വെൽക്കം ബാക്ക് ടു ജെയിൻജേസ് വ്ളോഗ്സ്. അപ്പം ജെയിൻജേസ് വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്നിപ്പം ഈ റൂം വെക്കേറ്റ് ചെയ്യാൻ പോവാണ്. ഉമ്മമായി കൊണ്ടാക്കി അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇപ്പം സമയം ഉച്ച, ഞങ്ങളിപ്പോൾ ചോറ് കഴിക്കാൻ പോവാണ്. നമ്മളിന്ന് നേരെ നാട്ടിലോട്ടല്ല പോണത്, നമ്മൾ നേരെ നാട്ടിലോട്ടല്ല പോകുന്നത്. നമ്മൾ ഇവിടെ എറണാകുളത്ത് നമ്മുടെ കാറിട്ടിട്ട് നമ്മളാണെങ്കിൽ ട്രെയിനിൽ നാഗൂർ പോകുന്നുണ്ട്. എൻ്റെ ഉമ്മ കണ്ട വന്നിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ വാപ്പായും വരുന്നു. റൂം വെക്കേറ്റ് ചെയ്യാനായിട്ട് താഴോട്ട് പോവാ. നമ്മൾ ഇനി ചോറ് കഴിക്കണം പോയി. എയർപോർട്ടാണ് മുമ്പിൽ ഇരിക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ താഴെ പോയിട്ട് വെക്കേറ്റ് ചെയ്യണം, വെക്കേറ്റ് ചെയ്തിട്ട് കാണാം. അപ്പം റൂം നമ്മൾ വെക്കേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിനി നേരെ ഒന്ന് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ബാഗൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കയറുന്ന ഹോട്ടലിന്റെ പേര് അൽ മദീന റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ് അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിനകത്ത് കയറി ഫുഡ് വരുമ്പോൾ കാണാം. അപ്പം നമ്മുടെ ബിരിയാണിക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഫ്രൈഡ് റൈസാണ് പറഞ്ഞത്, വാപ്പ ബിരിയാണി, ഉമ്മായ ഫ്രൈഡ് റൈസ്, നല്ല പൊരിഞ്ഞ ചിക്കനാണ്. അപ്പം കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് തൻ്റെ ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ട്. ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടുണ്ട്. ഒന്ന് പൊട്ടിക്കാം. അങ്ങനെ ഐസ്ക്രീം നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ എവിടെ അമ്മ പോന്നേ? ഇനിയിപ്പോൾ എവിടെ അപ്പ പോന്നേ? അപ്പാ അങ്ങോട്ട് പോകുമ്പോ അപ്പൊ ഇനി എവിടെയാ അപ്പാ പോന്നേ? അപ്പാ ഇനി എങ്ങോട്ടാ പോന്നേ? എറണാകുളം. ഇനി എറണാകുളത്തോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നിന്ന് കാറി എറണാകുളത്ത് പോയിട്ട് അവിടെ നിന്ന് ട്രെയിനിൽ ആഗ്രഹ പോകും. നമ്മുടെ ട്രെയിൻ രാത്രി 10 മണിക്കാണ് കഴിച്ചത്. ഇനിയിപ്പം യാത്ര തുടങ്ങുമ്പോൾ അപ്പം നമ്മൾ എയർപോർട്ടിൻ്റെ വെളിയിലോട്ട് പോവുകയാണ്. അതിൻ്റെ എയർപോർട്ടിൻ്റെ വെളിയിലോട്ട് പോകുന്ന റോഡാണിത്. നേരെ ഇനിയിപ്പോൾ എറണാകുളത്ത് പോകണം. മാറ്റണോ? ഓക്കെ, മാറ്റിയ നമ്മൾ നേരെ കലൂർ സ്റ്റേഡിയത്തിലാണ് പോകുന്നത്, എറണാകുളം. അപ്പോൾ ഇനിയിപ്പം അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിക്കാം. അപ്പോൾ ഇത് എയർപോർട്ട് റോഡിലോട്ട് കയറി ചെല്ലുമ്പം ഉള്ള പൂക്കളാണ്. എന്ത് ഭംഗിയായിട്ടാണ് പൂക്കളാക്കി എടുത്ത് വെച്ചേക്കുന്നത്. ഇതൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ബോക്സിൽ ഒരു റെഡ് ഹാർട്ട് കൊടുക്കുക. എയർപോർട്ടിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ.
ഓക്കെ. ഹലോ ഗൈസ്, അപ്പം നമ്മൾ എറണാകുളം കലൂർ സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ട്. കലൂർ സ്റ്റേഡിയത്തിൻ്റെ അകം നിങ്ങൾ കാണിച്ചു തരാം. ക്രോസ് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് എൻട്രൻസ്. സ്റ്റേഡിയത്തിൻ്റെ എൻട്രൻസ് ഇതാണ്. വലിയ സ്റ്റേഡിയമാണ് ഗൈസ്. അപ്പം ഗൈസ് താണ്ട മൈതാനം സൂം ചെയ്ത് കാണിച്ചു തരാം ഞാൻ. മൈതാനം നല്ലോണം ഇതാകുന്നുണ്ട് ഗൈസ്. കലൂർ സ്റ്റേഡിയം ആണ് ഗൈസ് മൈതാനം. ഇവിടെയൊക്കെ ഫുട്ബോൾ കളിക്കാൻ കുറേ പിള്ളേർ വരും. ഇവിടെ മാച്ചൊക്കെ ഉണ്ട് ഗൈസ്. നമ്മളിവിടെ നിന്ന് ഇനി പോവുകയാണ്. ഇനി നമുക്ക് റെയിൽവേ സ്റ്റേഷനും കണ്ടുപിടിക്കണം. നമ്മൾ ചില ലുലു മാളും കണ്ടുപിടിക്കണം. എന്നിട്ട് ലുലു മാളിൻ്റെ അകത്ത് ചിലപ്പോൾ അടുത്താണെങ്കിൽ നമ്മൾ ലുലു മാളിൻ്റെ അടുത്ത് കയറും, അല്ലെങ്കിൽ കയറൂല. ഇനി രാത്രിത്തെ കാപ്പിയൊക്കെ നമുക്ക് സെറ്റാക്കണം. ഇനിയിപ്പം നമ്മൾ അവിടെ എത്തിയിട്ട് കാണാം. അപ്പം കഴിച്ച് നമ്മൾ ലുലു മാളിലോട്ട് എത്തിയിട്ടുണ്ട്. ലുലു മാളിൽ നമ്മളിനി മാളിൻ്റെ അകത്തോട്ട് കയറാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ ലുലു മാളിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇതാണ് നടുക്ക്. ലുലു മാളിൽ നടുക്കത്തെ ഏറ്റവും ഫസ്റ്റ് ഫ്ലോറാണിത്. അപ്പം പാപ്പായും അനിയനിവിടെ ഇപ്പോൾ ഉണ്ട്. ഉമ്മയെ കാണാൻ ഉമ്മ അവിടെ ഇപ്പോൾ ഉണ്ട് ഗൈസ്. ബുക്കിൻ്റെയൊക്കെ ഒരു ശൈലിയാണിത്. ബുക്ക് എടുക്കാനായിട്ട് ഉമ്മ അവിടെ ഇപ്പോൾ ഉണ്ട് ഗൈസ്. ഗോഡ് ലൈഫ്, ആടുജീവിതം. ബുക്കുകൾ നോക്കുകയാണ് നമ്മൾ. മകനാണ് ഗൈസ്. അപ്പം ഗൈസ് നമ്മളിനി ഇനി അങ്ങോട്ട് പോയിട്ട് നമ്മൾ കാണാം. നമ്മൾ എസ്കലേറ്റർ കയറാൻ പോവുകയാണ്. അവിടെ എസ്കലേറ്ററാണ് നിൽക്കുന്നത്. എസ്കലേറ്റർ കയറിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഉമ്മക്ക് ഭയങ്കര പേടിയാണ് എസ്കലേറ്റർ കയറാൻ. വെള്ളോട്ട് പോകുന്നുണ്ട് ഗായ്സ്. എനിക്കും പേടിയാവുന്നു. വേണ്ട സ്വർണ്ണക്കടയുടെ മുമ്പിൽ ചെന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവരിതാ വരുന്നുണ്ട്. അറിയടാ കൊണ്ട് വരുന്നുണ്ട് ഗൈസ് അവർ. ഇനി അപ്പുറത്താ ഇങ്ങോട്ടോ. അടുത്ത എസ്കലേറ്റർ കയറാനായിട്ട് നമ്മൾ പോവാണ്. മുമ്പോട്ട് പോകുകയാണ് ഗായ്സ്. ഇവിടെ ശരിയും തെറ്റെന്നും പറഞ്ഞുകൊണ്ട് ഓരോ കളിച്ചിട്ടുണ്ട്. ഞാൻ കയറി അങ്ങ് പോവുകയാണ്. കയറി അങ്ങ് എത്തിയിട്ടുണ്ട് ഞാൻ. ഇനി അവർ വരാനുണ്ട്. ഇനിയിപ്പം ഇത്തിരി ഇനി മേളോട്ട് നിന്നിട്ട് അവിടെ കാണാം. ഓക്കെ. നമ്മൾ ലുലു മാളിലെ പാർക്കിൻ്റെ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കയറാൻ പോവുകയാണ്. ഓരോ റൈഡ് വെച്ച് നോക്കാൻ പോവാണ്.
നമ്മൾ പറഞ്ഞ സാധനം ഇവിടെ ഉണ്ടോ എന്തോ അതോ അപ്പുറത്തെ സൈഡിലാണോ എന്തോ അത് എത്ര വാ അങ്ങോട്ട് പോവുകയാണ്. ഇപ്പൊ ചാർജ് ചെയ്തിട്ടില്ല. എത്ര റേറ്റ് എന്ന് അറിഞ്ഞിട്ട് നമ്മൾ ചാർജ് ചെയ്യാനാണ്. ശരി, ഇപ്പൊ അപ്പുറത്തെ സൈഡിലാണ്. അപ്പൊ അപ്പുറത്തെ സൈഡിൽ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ വലിയ റൈഡിലാണ് ഇപ്പോൾ വന്നേക്കുന്നത്. പാർക്കിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സ്ഥലത്താണ്. ഫുൾ വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഫുൾ വിഷ്വൽസ്. എനിക്ക് ഇത്ര എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. കയറാൻ പോവാണ്. റൈഡ് ഏതാന്ന് വെച്ചാൽ ഇതാണ്. റൈഡല്ല, ഒരു ടോയ് ആണിത്. ഈ കാണുന്ന ചുറ്റിക്ക് എടുത്ത് ഇതിൻ്റെ സ്കോറാണ്. ഇതിൻ്റെ ടോട്ടൽ ഏറ്റവും സ്കോർ 806 നമ്മൾ എത്ര എടുക്കുന്നു? നമ്മൾ ജാസുമാണെങ്കിൽ ടിക്കറ്റ് എടുക്കാൻ പോയിട്ട് വരുമ്പോൾ നമുക്ക് അടിക്കാം. പിന്നെ അടിക്കുമ്പോൾ ഉള്ള വിഷ്വൽസ് കാണിച്ചത്. ഒരു ചേച്ചി അടിക്കാൻ പോവാണ്. നമുക്ക് നോക്കാം. നൈസ്, പെർഫെക്റ്റ് അടിയായിരുന്നു. 652 അടിക്കുന്ന ഈ അണ്ണനാണ്. കേൾക്കാം എത്ര അടിക്കും. അടിക്കുന്നു. നമ്മളെ ജാസും അടിക്കാൻ പോണ. രാത്രിത്തെ ഫുഡാണ്. KFC നമ്മൾ ബർഗറും KFCയും പിന്നെ ബണ്ണും പെപ്സിയൊക്കെ മേടിച്ചിട്ടുണ്ട്. ബക്കറ്റ് ചിക്കൻ ഇത് KFCയിലെ സോസ് പിന്നെ മയോണൈസ് ഇതാണ്. ഇതിപ്പോൾ കഴിച്ചിട്ട് ഇനി കാണാം. അവിടെ മെട്രോയിലോട്ട് കയറുന്ന ആ ഒരു വഴിയാണിത്. പിന്നെ ഇവിടുത്തെ അവസാനം മെട്രോയിലോട്ട് കയറാനുള്ള വഴി, ടിക്കറ്റ് എടുക്കാനുള്ള സ്ഥലമാണിത്. അടുക്ക് ചെടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഗൈസ് നമ്മൾ മെട്രോയിലോട്ട് കയറാൻ പോവുകയാണ്. ഗൈസ് 1 ആണത്. ഇപ്പം 2-ലാണ് കയറേണ്ടത്. കയറി ഞാൻ മെട്രോയിലോട്ട് കയറാം. നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ 2.
കയറിയിട്ട് കാണാം. മെട്രോ വെച്ച് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണല്ലോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് തൊട്ടടുത്ത് ബെല്ലൈക്കൻ കൂടെ എടുത്താൽ നോട്ടിഫിക്കേഷൻ ചെയ്യാം. പുതിയൊരു വീഡിയോ കാണാം. ബൈ ബൈ.